അപ്പോൾ നമുക്കൊരു കടായി എടുത്ത് വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറകെ തന്നെ ഒരു ഇച്ചിരി ഉപ്പ്, സോൾട്ട് ടു ടേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് കുഞ്ഞുകുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ക്യാരറ്റിൻ്റെ റോസ് സ്മെല്ല് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 500 ഗ്രാം ചിക്കൻ ഷ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോവും ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 150 ml കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതില്ലെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താലും മതി, ഒരു 4-5 ടേബിൾ സ്പൂൺ. ഞാൻ ഓൾറെഡി പ്രീമെയ്ഡ് ആയിട്ടുള്ള പഫ് പേസ്ട്രി ഷീറ്റ് മേടിച്ച് വെച്ചേക്കാം കേട്ടോ. അതിനകത്താണ് നമ്മളിന്ന് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫില്ലിങ് നിരത്തി വെക്കുക. എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വെക്കുക. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് 2 ഭാഗത്തും സ്ലാൻഡിങ് ആയിട്ടുള്ള ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും നമ്മൾ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടേക്കും കൊടുത്ത് നമ്മൾ ബ്രെയ്ഡ് ആക്കി എടുക്കുക. ആസ് യു ക്യാൻ സീ, അതുപോലെ തന്നെ എല്ലാ ലൈൻസും ചെയ്തെടുക്കണം. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോണ്ടല്ലോ, യു വിൽ ബി സാറ്റിസ്ഫൈഡ്. സോ ഐ വുഡ് സേ ഇഫ് യു ആർ നോട്ട് ദാറ്റ് എന്താണ് ടൈമില്ലെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യൂല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണം, പക്ഷേ ബ്രെയ്ഡ് ആക്കാതിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് പോപ്പിട്ടുണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ ഈ ഫില്ലിങ് വെച്ചിട്ടൊരു 15 to 18 ഇതിനകത്ത് മിഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എഗ് വാഷ് ചെയ്യുക. എന്നിട്ട് കറുത്ത എള്ള ഇട്ട് കൊടുക്കുക അതിൻ്റെ പുറത്തേക്കൂടെ. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് ഓവനിൽ 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 18 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. ടാറ്റാ.